അപ്പോഴത്തേക്കും നമ്മൾ വളരെ നാളുകൾക്ക് ശേഷം കേട്ടോ നമ്മളൊരു ചെറുതേനീച്ചയുടെ വീഡിയോ ആയിട്ട് വരുന്നത് ഒന്നല്ല കേട്ടോ, ഒത്തിരി ചെറുതേനീച്ചകളുടെ വിശേഷം നമുക്ക് പറയാനുണ്ട് കേട്ടോ. ഹായ് മച്ചന്മാരെ, അവിടെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം. അങ്ങനെ മഴയൊക്കെ മാറി നമ്മുടെ ചെറുതേനീച്ചകൾ ആക്റ്റീവായി കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ, വായോ. അങ്ങനത്തെ ഞാൻ ഫസ്റ്റായിട്ട് പോകുന്നത് തന്നെ നമ്മുടെ ഏകദേശം ഞാൻ ഒത്തിരി പ്രാവശ്യം ഈ വീഡിയോസ് കാണിച്ചിട്ടുണ്ടോ, അതായത് ഈ ഒരു കൂട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നതും തിരഞ്ഞെടുക്കുന്നതൊക്കെ ആയിട്ട് ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതായത് നമ്മൾ ആ കൂടിൻ്റെ എൻട്രൻസ് ഭാഗം നോക്കുന്ന സമയത്ത് ഒത്തിരി ഈച്ചകൾ തിരഞ്ഞെടുക്കാനും അങ്ങനെ അങ്ങോട്ട് പോവുകയും തിരഞ്ഞെടുത്തിട്ട് വരികയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വേറൊരു കൂടാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഒത്തിരി ഈച്ച ഇങ്ങനെ പുറത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ വേറെ കടിയോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. എന്താ പറയുക, അവർ തിരിച്ച് ആ കൂട്ടിൽ തന്നെ ഇങ്ങനെ കയറുന്നുണ്ട്. പക്ഷേ എന്നാൽ ഒത്തിരി ഈച്ച പുറത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത് നമുക്ക് അതിൻ്റെ വിശേഷം കുറച്ചുകൂടെ പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പറയാം കേട്ടോ. അതായത് ഒത്തിരി ഈച്ചകളായിട്ട് വേറെ ആക്രമണത്തിനായിട്ട് അങ്ങനെ വരുന്നുണ്ടോ, ഈ കൂട് ആക്രമിച്ച് കയറുന്നോ എന്നൊക്കെ നമുക്ക് തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കൂട്ടിലേക്ക് പോകാം. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഞാൻ ഒന്ന് രണ്ട് കെണിക്കൂടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതപ്പോൾ അങ്ങനെ വരുന്ന ഈച്ചകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ കൂടിൽ സെറ്റാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ മറ്റൊരു കൂടാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഇതേപോലെ ഈച്ചകളൊക്കെ ഇങ്ങനെ ഉദയം വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് ആ കൂട്ടിലെ ഈച്ചകളല്ല കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ഒന്ന് വേറെ പുറത്തുനിന്ന് സെറ്റടിച്ച് വരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഈ ഉള്ള കൂട്ടിൽ നിന്ന് ഈ പുറത്തെ വാക്സിൻ്റെ, അതായത് കൂട്ടിൻ്റെ ജോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മൾ ആ സൈഡിൽ നേരത്തെ ഒരു കെണിക്കൂട് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വാക്സിൻ കാര്യങ്ങളൊക്കെ ആ സൈഡിലുണ്ട് കേട്ടോ. അതിൻ്റെ ഒരു സ്മെല്ലടിച്ച് വരുന്നതും ആകാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അടുത്ത കൂട്ടിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് അതിൽ നിന്നും ഇങ്ങനെ ഈച്ചകളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മളത് നേരത്തെ ഞാൻ പറഞ്ഞ അപ്പുറത്തെ കൂടെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഒത്തിരി ഈച്ചലുണ്ട് കേട്ടോ, ഒത്തിരി ഈച്ചലുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സമയം അതൊന്നും നോക്കും കേട്ടോ. അപ്പോൾ അതിൽ വേറെ ഈച്ച വന്ന് കയറുന്നതാണെങ്കിൽ നമ്മൾ അതിനുള്ളൊരു എന്താ പറയുക, അതിൻ്റെ എൻട്രൻസ് ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറച്ച് ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ നമ്മൾ വേറൊരു അടിപൊളി ഒരു കെണിക്കൂടൊക്കെ സെറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് നോക്കാം കേട്ടോ, എങ്ങനെയാണെന്ന് അവിടുത്തെ അന്തരീക്ഷം നോക്കാം. ഇത്രയും ഈച്ചകളുണ്ട് കേട്ടോ. തിരിച്ചവർ വേറെ കടിയോ അങ്ങനെ ഒന്നും കൂടുന്നില്ല, ആക്രമണമോ ഒന്നുമില്ല കേട്ടോ. അവർ തിരിച്ചാൽ കൂട്ടി തന്നെ കയറുന്നു. എനിക്ക് തോന്നുമ്പോൾ ആ കൂട്ടിൽ ഈച്ചയായിരിക്കും. എന്തായാലും കുറച്ച് സമയം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത കൂട്ടിലേക്ക് പോകാം. ഇത് ഞാൻ മുളക്കൂടാണ് കേട്ടോ. നമ്മളൊരു കുഞ്ഞു മുളയുടെ പീസ് എന്താ പറയുക, അത് രണ്ടായിട്ട് സെറ്റ് ചെയ്ത് കെണിക്കൂട്ടിട്ട് വെച്ചാൽ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഈച്ച സെറ്റായി നല്ല രീതിയിൽ അതും ആക്റ്റീവാണ് കേട്ടോ. അതായത് നമുക്കിവിടെ 2-3 ദിവസം നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ മാറി നല്ല വെയിലായപ്പോൾ ഈച്ചകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. എല്ലാ കൂട്ടിൽ നിന്ന് ഈച്ചകൾ ഒത്തിരി പോയി തേനും പൂമ്പൊടിയൊക്കെ ശേഖരിക്കുന്ന വീഡിയോസാണ് കേട്ടോ. പിന്നെ ഇത് നമ്മൾ റാണി സെല്ല് വെച്ചിരിക്കുന്ന കൂടാണ് കേട്ടോ. അതും അത്യാവശ്യം നല്ലപോലെ എന്താ ഈ ഈച്ചകൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, അതുപോലെ തിരിച്ച് വരുന്നുണ്ട്. എല്ലാ കൂടും കംപ്ലീറ്റ് കൂടും ആക്റ്റീവാണ്. എങ്കിലും ഞാൻ നമ്മളുള്ള കുറച്ച് കൂടുകളുടെ ഒരു കാണിച്ചു തരാം കേട്ടോ. എൻട്രൻസ് ഭാഗങ്ങളിൽ ഈച്ചകൾ പോകുന്നതും വരുന്നത് അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളും, പിന്നെ ഇവർ എന്താ പറയുക വളരെ സന്തോഷത്തോടെ ഈ പൂക്കളിൽ നിന്നൊക്കെ തേനെടുക്കുന്നതും പൂമ്പൊടി എടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് വീഡിയോ ഞാൻ ഇന്ന് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് ചെറുതേനീച്ച ബോക്സ് വിൽക്കാനുണ്ട്. അതുപോലെ ചെറുതേനീച്ച നമ്മൾ കോളനിയോടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ചെറുതേനീച്ച കോളനി വിൽക്കുന്നുണ്ട്, പിന്നെ ചെറുതേന വിൽക്കുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ, നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുതേനീച്ചയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂട് വേണമെങ്കിലും കമൻറ്റ് ചെയ്യുക, തേന് വേണമെങ്കിലും കമൻറ്റ് ചെയ്തിരിക്കുക. തീർച്ചയായിട്ടും ശുദ്ധമായിട്ടുള്ള നല്ല ചെറുതേന് മാത്രമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ കൂട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഒരു കാലഘട്ടം അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഏകദേശം മാസങ്ങളൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ കാണും. നമുക്ക് സാധാരണ എല്ലാ പ്രാവശ്യവും നമുക്ക് കൂട് സ്പ്ലിറ്റ് ചെയ്യാം. അതായത് റാണി സെല്ല് ഉണ്ടെങ്കിൽ കൂട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ഇത് തുറക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയങ്ങളിലാണല്ലോ. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് നവംബർ തൊട്ട് ചെറുതായിട്ട് നവംബർ അതിന് മുൻപും തുറന്ന് നോക്കുന്ന കൂട്ടുകാരുണ്ട് കേട്ടോ. അപ്പോൾ നവംബറിലൊക്കെ ആവുന്ന സമയത്ത് നല്ല സ്ട്രെങ്തുള്ള കോളനികളിലാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം റാണി സെല്ല് ഉണ്ടെങ്കിൽ നമുക്ക് അതങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചില്ല സമയങ്ങളിൽ തേനെടുക്കുന്ന സമയത്തായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ നമ്മൾ റാണി സെല്ല് വെച്ചിരുന്നതും അല്ലാതെ നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് സൈറ്റുകളിൽ അതായത് വീടുകൾ പൊളിക്കുന്ന സമയത്ത് കിട്ടുന്നതും അങ്ങനെയായിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടിയ കൂടുതലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ എല്ലാ പ്രാവശ്യവും തേനെടുത്തിട്ട് ഞാൻ അതിൻ്റെ വാക്സ് കളയത്തില്ല കേട്ടോ. ഞാൻ നല്ലതുപോലെ കഴുകി എൻ്റെ തേനും അതിൻ്റെ പൂമ്പൊടിയുടെ അംശങ്ങൾ കംപ്ലീറ്റ് നല്ലതുപോലെ കഴുകി മാറ്റിയതിന് ശേഷം ഉണക്കി സൂക്ഷിക്കുന്നതാണ് കേട്ടോ. ഇതേപോലെ ഒരു ചെറിയൊരു ഐസ്ക്രീം ടിന്നാണ് കേട്ടോ ഇത്. അപ്പോൾ അതുപോലെ സൂക്ഷിച്ച് വെച്ചിരിക്കും. അതിനുശേഷം നമ്മൾ പുതിയ കോളനിയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ബോക്സിനകത്ത് കുറച്ച് വാക്സ് കൂടുതൽ സെറ്റ് ചെയ്യും. പിന്നെ ജോയിൻറ്റിൽ നമ്മൾ കുറച്ച് തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലപോലെ കൂട് നല്ല സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അത് ചെറിയ കൂട്ടുകളിൽ കേട്ടോ, ചില കൂട്ടുകളിൽ കുഞ്ഞു കൂട്ടുകളാണ് കേട്ടോ. അതിലൊക്കെ കൂട്ടുകാരിങ്ങനെ എന്താ പറയുക, അവരിങ്ങനെ പുറത്ത് പോകണോ പോകണ്ടേ, മഴ പെയ്യുമോ മഴ പെയ്യത്തില്ലേ എന്നൊക്കെയുള്ള ഒരു കുഞ്ഞു സംശയത്തിൽ ഇരിപ്പുണ്ട്. എന്നാൽ കുറച്ച് കൂട്ടുകാരൊക്കെ അതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ തീർച്ചയായിട്ടും പോയി അവരവരുടെ ജോലി കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. ഇത് നല്ല സ്ട്രെങ്തുള്ള കോളനികൾ നമുക്ക് അറിയാൻ പറ്റും. ഒത്തിരി ഈച്ചകൾ തേനും പൂമ്പൊടിയൊക്കെ ശേഖരിച്ചുകൊണ്ട് വരെയും പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, തീർച്ചയായിട്ടും നമ്മൾ
ഒത്തിരി ഈച്ചയുള്ള കൂടുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെ നമ്മൾ തീർച്ചയായിട്ടും ഇടയ്ക്കൊന്ന് ബോക്സൊക്കെ തുറന്ന് നോക്കുക. അതുപോലെ തന്നെ റാണി സെല്ല് വെച്ചിട്ടുള്ള കൂടുകളും നമ്മൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കണം കേട്ടോ. ഒരു എന്താ പറയുക 1-2 ആഴ്ചയ്ക്ക് ഇടവിട്ട് നമ്മളൊന്ന് തുറന്ന് നോക്കണം. കാര്യം ഇതിനകത്ത് റാണി മുട്ട വിരിഞ്ഞ് വരാൻ കാലതാമസം എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിനകത്തോടെ ചിലപ്പോൾ ഈച്ചയുടെ ഇത് കുറയും കേട്ടോ. ആ സമയങ്ങളിൽ നമ്മൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് മുട്ട വേറെ ഏതെങ്കിലും നല്ല സ്ട്രെങ്തുള്ള കൂടുകളിൽ നിന്ന് നമ്മളെടുത്ത് ഈ റാണി സെല്ലൊക്കെ വെച്ചിരിക്കുന്ന കൂടുകളിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ പ്രത്യേകം കൂടുകൾ ശ്രദ്ധിക്കുക. നമുക്ക് വലിയ തേനീച്ചയെ പോലെ അത്രയും വലിയ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അത് ഈ കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കുന്ന സമയത്ത് അറിയാൻ കഴിയുന്നത് അതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്തൊക്കെ അവരത് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് ഇതിനെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൂടുതൽ വല്ലപ്പോഴൊക്കെ തീർച്ചയായിട്ടും നോക്കുക. ഈ ചിലന്തി ശല്യത്തിൽ നിന്നും അതുപോലെ തന്നെ പല്ലി ശല്യത്തിൽ നിന്നും അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് ശ്രദ്ധിക്കാനായിട്ട്. അതൊന്നും ഇല്ലെങ്കിൽ ഇവർക്ക് വേറെ ഒരു പരിപാലനവും വേണ്ട, കറക്റ്റായിട്ടിരിക്കും. പിന്നെ ഈ കൂടുകളിൽ ഈച്ച കുറയുന്നുണ്ടോ എന്നും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കുറയുന്നുണ്ടെങ്കിൽ ആ ബോക്സ് തുറന്നതിന് ശേഷം നോക്കുക റാണിയൊക്കെ ഉണ്ടോ കറക്റ്റ് ആണോ എന്നെല്ലാം നോക്കിയതിന് ശേഷം ഏതെങ്കിലും സ്ട്രെങ്തുള്ള കോളനികളിൽ നിന്ന് കുറച്ച് വിരിയാറായ മുട്ടകളൊക്കെ നമ്മൾ അഡീഷണൽ സെറ്റ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. എത്ര സ്ട്രെങ്ത് കുറഞ്ഞ കോളനി ആയിരുന്നാലും നമുക്ക് ഇതേപോലെ അഡീഷണലായിട്ട് നമുക്ക് മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. ചെറുതേനീച്ചയുടെ വിരിയാറായ മുട്ടയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ കോളനി നല്ല സ്ട്രെങ്തുള്ള കോളനിയായിട്ട് മാറും കേട്ടോ. അപ്പോൾ റാണി പെട്ടെന്ന് തന്നെ മുട്ടയൊക്കെ ഇട്ട് ആ കോളനി നല്ല അടിപൊളി സ്ട്രെങ്തുള്ള കോളനിയായി മാറും. പിന്നെ പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ മാക്സിമം നമ്മുടെ ചെറുതേനീച്ചയുടെ ബോക്സുകൾ തുറക്കാതിരിക്കുക കേട്ടോ. നല്ല വെയിലൊക്കെ ഉള്ള സമയങ്ങളിലാണെങ്കിൽ തുറക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതും അത്യാവശ്യം നല്ല സമയങ്ങളിൽ മാത്രം, അതായത് ഒത്തിരി ആ ഒരു വെയിലുള്ള സമയങ്ങളിൽ മാക്സിമം തുറക്കാതിരിക്കുക. കാര്യം ഒത്തിരി ചൂടൊക്കെ കഴിഞ്ഞ് നമ്മൾ ബോക്സ് തുറന്ന് വയ്ക്കുന്ന സമയങ്ങളിലൊക്കെ അതിൻ്റെ വാക്സൊക്കെ ചിലപ്പോൾ വെയിൽ കൊണ്ട് അലിയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ തേന് നമ്മളെടുത്തിട്ട് കൂട്ടിൽ നിന്ന് എടുത്തിട്ട് എങ്ങനെയാണോ നമ്മൾ തേന് പൂമ്പൊടിയിൽ നിന്നൊക്കെ വേർതിരിക്കുന്നത് അതേ ഒരു മെത്തേഡായിപ്പോൾ കേട്ടോ. പിന്നെ ഞങ്ങളിവിടെ നിൽക്കുന്ന ചെടികളിലാണ് കേട്ടോ. അതേ അവർ രാവിലെ നല്ലതുപോലെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ തേനും പൂമ്പൊടിയൊക്കെ ശേഖരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇത് കാണാനായിട്ട് തന്നെ. നമ്മളെ ചുറ്റുപാടുള്ള ഞാൻ കുറേ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിന് മുൻപും ഈ പാതിരാമുല്ല ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി വീഡിയോസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം ചെറുതേനീച്ചയൊക്കെ ഒത്തിരി ഉള്ള കൂട്ടുകാർ വീടിൻ്റെ അടുത്തൊക്കെ അതേപോലെ ചെടികളെ വെച്ചിട്ടിരുന്ന നന്നായിരിക്കും കേട്ടോ. പക്ഷേ അവർ ഇതിൽ നിന്ന് മാത്രമല്ല അവർ ഏകദേശം കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ടാണ് തേനും പൂമ്പൊടിയൊക്കെ ശേഖരിച്ച് കൊണ്ടുവരുന്നത്. പിന്നെ തീർച്ചയായിട്ടും എല്ലാ വീടുകളിലും ഓരോ ചെറുതേനീച്ച കൂടെങ്കിലും നിങ്ങൾ സെറ്റ് ചെയ്യുക, ഓരോ ചെറുതേനീച്ചെങ്കിലും വെച്ചിരിക്കുക. കാര്യം ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് കേട്ടോ. അതായത് നമ്മളെ കുഞ്ഞുമക്കൾക്ക് ചുമയോ ഈ കഫത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെയൊക്കെ കൊടുക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഒത്തിരി ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീടുകളിലും ഓരോ ബോക്സെങ്കിലും ഇതുപോലെ ചെറുതേനീച്ച കോളനി സെറ്റ് ചെയ്യുക. പിന്നെ ദൈവന്മാരെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ഈ സൈഡിലൊക്കെ ചെടികൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന സമയത്ത് ഇവർ വന്ന് എന്താ പറയുക നമ്മളെ ചെറുതേനീച്ചയെ പിടിച്ച് ഭക്ഷിച്ച് കളയും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് അതങ്ങനെ പോയി കളഞ്ഞു. പിന്നെ രണ്ടാമത് ഇവന്മാരെ സൂക്ഷിക്കണം കേട്ടോ. പുൽച്ചാടികൾ നമ്മുടെ ചെടികളെയൊക്കെ വന്നറിഞ്ഞ് കടിച്ച് നശിപ്പിക്കലാണ് ഇവന്മാരുടെ പണി. ഇവരെയും പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. പിന്നെ നമ്മളിവിടെ പാവലാണ് കേട്ടോ, കൈപ്പയ്ക്ക എന്നൊക്കെ പറയും. അപ്പോൾ ഇതേ പാവൽ നല്ലപോലെ പൂത്ത് ഒത്തിരി പൂവുണ്ട് കേട്ടോ. ഇതിൽ നിന്നും അവർ പൂമ്പൊടിയൊക്കെ ശേഖരിക്കാനായിട്ട് ഒത്തിരി വരും കേട്ടോ. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ പാതിരാമുല്ലാണ് കേട്ടോ, മണിമുല്ലല്ല പാതിരാമുല്ലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെയും ഫുൾ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സുഗന്ധമാണ് കേട്ടോ ഇതിൻ്റെ പൂവിന്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാവലിൽ എന്താ പറയുക ആ പൂവിൽ നിന്ന് അവരിങ്ങനെ പൂമ്പൊടിയൊക്കെ ശേഖരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴയായതുകൊണ്ട് അത്യാവശ്യം കുറച്ച് പൂക്കൾ മാത്രമേ വിരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ എന്താ പറയുക പൂ കൊഴിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഇത് കായൊക്കെ പിടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഈ പൂ കേട്ടോ ഞാനിങ്ങനെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ പിൻഭാഗം മാത്രമേ കാണിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ പൂ. അതുകൊണ്ട് ഞാൻ തിരിച്ച് അതിൻ്റെ മുൻഭാഗം കൂടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളെ മരമുല്ല കേട്ടോ. ഒത്തിരി നല്ല എന്താ പറയുക ഒത്തിരി പൂക്കുകയും ചെയ്യും, നല്ല സുഗന്ധമാണ്. തീർച്ചയായിട്ടും നമ്മൾ വീടുകളിൽ വയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ. ഇതിലും വന്ന് അവർ പൂമ്പൊടിയൊക്കെ ശേഖരിക്കും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുക, നല്ല നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചെറുതേനീച്ചയ്ക്ക് ഒത്തിരി ദൂരമൊന്നും പോകണ്ടല്ലോ. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചതിൻ്റെ ഇത് വേറൊരു കളറാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ പണ്ട് നമ്മൾ ഈ തൊടികളിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇതല്ല കേട്ടോ, ഇതതിൻ്റെ വെറൈറ്റിയാണ്, മിനി ചെയറാണ് കേട്ടോ. ഒത്തിരി വലുതാവത്തില്ല, ഒരു കുഞ്ഞൻ ചെടിയാണ് കേട്ടോ, അത്ര സൈസ് ആവത്തില്ല. പിന്നെ മുല്ലയുണ്ട് കേട്ടോ. ഞാനിവിടെ അങ്ങനെ ഒത്തിരി ചെടിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളെ പാവലിൻ്റെ ഈ ഇലയൊക്കെ നശിപ്പിക്കുന്ന ഒരു ആളാണ് കേട്ടോ ഇവൻ. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിക്കുക, അല്ലെങ്കിൽ നമ്മളെ എല്ലാ ഇലയൊക്കെ ഇപ്പം നശിപ്പിച്ച് കളയും. പിന്നെ ഇത് നമ്മുടെ റോസും ബാക്കി ഒത്തിരി ചെടിയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. അടുത്ത ഇതേപോലെ വെടിക്കെട്ട് വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും.